ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും നമ്മൾ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഓണ സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു വിഭവം കൂട്ടുകറി. അപ്പോൾ നമുക്ക് കൂട്ടുകറി എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണാം. വാ ഗൈസ്, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. നമുക്ക് വേണ്ട സാധനങ്ങൾ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഇത് തേങ്ങയാണ്. തേങ്ങയും അതുപോലെ തന്നെ ജീരകവും കൂടി മിക്സിയിൽ അരച്ചെടുത്താണ്. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സാധാരണ തേങ്ങ ചിരകിയത് അരമുറി, പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയ തേങ്ങ അതും അരമുറി. അങ്ങനെ 1.5 മുറി തേങ്ങയാണ് നമുക്ക് ആകെ വേണ്ടത്. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, ഒരാണി ശർക്കര, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കരിവേപ്പില, വാഴക്ക, അതുപോലെ തന്നെ കടലപ്പരിപ്പ്, കുറച്ച് വെള്ളം, അതുപോലെ തന്നെ പിന്നെ കുറച്ച് ചേന, പിന്നെ ഈ കാണുന്നത് നമ്മുടെ കടല ഇന്നലെ വൈകുന്നേരം വെള്ളത്തിലിട്ട് വെച്ച് പൊതിർത്തി ഇപ്പോൾ പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ വേവിച്ചതിൻ്റെ വെള്ളമാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് പട്ടാണി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇത്രയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അല്ലേ. നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചേന ഇട്ട് കൊടുക്കുകയാണ്. ചേന ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കടലപ്പരിപ്പും അതുപോലെ തന്നെ വാഴക്കയും ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. നമ്മൾ ആദ്യത്തെ കാര്യം ഈ 3 സാധനങ്ങളും നല്ലപോലെ വേവിച്ചെടുക്കുകയാണ്. നമ്മളിട്ട സാധനങ്ങളൊക്കെ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കണം. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി. നമുക്കൊന്ന് അടച്ചു വെക്കാതെ ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും ഇത് വേവാനുള്ള സമയം ആവശ്യമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും, നിങ്ങളുടെ നാട്ടിലും ഈ രീതിയിലല്ല മറ്റേതെങ്കിലും രീതിയിലാണ് കൂട്ടുകറി ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ. ഗൈസ്, നല്ല തിളച്ച് വന്നിട്ടുണ്ട്, പക്ഷേ വെന്തിട്ടില്ല. പക്ഷേ നമ്മളെ ഇടയിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അടപ്പ് തുറന്ന് വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ചു വയ്ക്കുക വേവുന്നവരെ. അപ്പോൾ ഗൈസ്, നമ്മുടെ കടലപ്പരിപ്പും ചേനയും വാഴയ്ക്കും കൂടി ഉള്ളത് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കുക. നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ശർക്കര, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഒരാണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 2 പീസാക്കിയിട്ട് ഇടുന്നതേ ഉള്ളൂ. അത് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ലേശം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ കുറവുണ്ടായതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങളെടുക്കുന്നത് ആദ്യ സമയത്തിന് ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കണം. നമ്മുടെ കൂട്ടുകറിയുടെ ആദ്യ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിട്ട ശർക്കരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് ചേർന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് പോവുകയാണേ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയും അതുപോലെ തന്നെ ജീരകവും കൂടി മിക്സിയിൽ അടിച്ചെടുത്തത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. നല്ല പോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി സെറ്റാക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ തേങ്ങയും ജീരകവും കൂടി മിക്സിയിൽ അടിച്ചത് ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അത് ഒന്ന് വാങ്ങി വെക്കുകയാണ്. ഇനി എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോവാം. അതിനുശേഷം നമ്മൾ അടുപ്പത്തേക്ക് തന്നെ മറ്റൊരു ചീഞ്ചട്ടി കയറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം.
ഇതിൽ വെള്ളമുണ്ട്, അതൊന്ന് വറ്റാനാണ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളം വറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇളക്കി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഒന്ന് ബ്രൗൺ കളറിലേക്ക് വരണം. അതുവരെ നമ്മൾ ഈ തേങ്ങ ഒന്ന് ഇളക്കി സെറ്റാക്കണം. അപ്പോൾ ഗൈസ് ചെറിയൊരു ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട്. ആ കളർ വന്നതിന് ശേഷം നമ്മൾ ചിരകി വെച്ച തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി ഇത് രണ്ടും കൂടി ഇവിടെ കിടന്ന് നല്ല ബ്രൗൺ കളറിലേക്ക് വരണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഗൈസ് നമ്മുടെ 2 തേങ്ങ ഇത് ഏകദേശം കാപ്പി കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇനി ഇത് വാങ്ങിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കണം. നമുക്ക് ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കാം. ഇനി അടുത്തത് വറവിടൽ പരിപാടിയാണ്. നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് വീണ്ടും കുറച്ചുകൂടി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഫുൾ ചൂടാവാതെ ഇട്ടത് കൊണ്ടാകുന്നതുകൊണ്ട് കടുക് പൊട്ടാൻ ചെറിയ സമയം എടുക്കുന്നത്, എന്നാലും ചെറിയ തോതിലൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമ്മുടെ കടുക് ഏകദേശം പൊട്ടി റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള 5 ചുവന്ന മുളക് കൊടുക്കുക. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മുളകൊന്ന് ലേശമൊന്ന് മൂത്ത് വരണം. അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, 4 പട്ട കറിവേപ്പിലയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കാം. എന്നിട്ട് അത് വാങ്ങി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടുകറിയുടെ ബാക്കി സെറ്റിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കൂട്ടുകറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഓണം ആണ് വരുന്നത്. ഓണത്തിന് സദ്യയിലും അതുപോലെ തന്നെ അല്ലാത്ത സമയത്തും വീട്ടിൽ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് നമ്മുടെ കൂട്ടുകറി. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.